ശരിയായൊരക്ഷരമതിങ്കേന്നുദിച്ചതിതു ലിപിയേഴുമക്ഷരമിതെന്നങ്ങുരപ്പുജനം അറിയാവതല്ല തവ പരമാക്ഷരസ്യ പൊരുൾ അറിയാറുമായി വരിക നാരായണായ നമഃ. അക്ഷരം എന്നാൽ അർത്ഥം ക്ഷരമില്ലാത്തത്, നാശമില്ലാത്തത് എന്നൊക്കെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പരാമർശം നടത്തുകയാണ് എഴുത്തച്ഛൻ ഇവിടെ. നശിപ്പിക്കാനാവാത്ത, അതായത് അക്ഷരത്തിൽ നിന്നാണ് 7 അക്ഷരങ്ങൾ ഉയർന്നു വന്നത് എന്ന് ആളുകൾ പറയണു. പക്ഷേ അങ്ങയുടെ നിത്യമായ നശിപ്പിക്കാനാവാത്ത സത്യം അവർക്കറിയില്ല. അത് സാക്ഷാത്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയട്ടെ. ഓം എന്നത് പരബ്രഹ്മത്തെ പ്രതിനിധീകരിക്കുന്ന ഏകാക്ഷര മന്ത്രമാണല്ലോ. അപ്പോൾ എഴുത്തച്ഛൻ പറയണത് ഇതാണ്, അത് നശിപ്പിക്കാനാവാത്തതാണ്. സംസ്കൃതത്തിൽ അതിൻ്റെ അർത്ഥം ഓർമ്മിക്കണം നമ്മൾ ഈ സമയത്ത്. ക്ഷരമില്ലാത്തത് എന്ന്, നാശമില്ലാത്തത്. അത് ഓമിൽ നിന്നാണ്. എല്ലാ അക്ഷരമാലകളും വന്നിരിക്കുന്നത് ഓം എന്ന മന്ത്രത്തിൽ നിന്നാണ്. ഇവിടെ 7 അക്ഷരമാല മന്ത്രമായിട്ടുള്ള നാരായണായ നമ, അതിൻ്റെ മഹത്വം പരാമർശിച്ചിരിക്കുകയാണ്. ജ്ഞാനികളുടെ അഭിപ്രായത്തിൽ ഈ മന്ത്രവും പരബ്രഹ്മത്തിൽ നിന്നാണ്. എന്നിരുന്നാലും അവർക്ക് പോലും പരബ്രഹ്മ മന്ത്രം, അതായത് ഓം എന്നതിൻ്റെ പൂർണ്ണമായ അർത്ഥം, ആ പൂർണ്ണത അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പൂർണ്ണതയോടുകൂടി അറിയണമെങ്കിലേ അങ്ങയുടെ കൃപ തന്നെ ആവശ്യമാണ്. ആ അർത്ഥത്തിൻ്റെ സാക്ഷാത്കാരം ലഭിക്കണമെങ്കിൽ ഭഗവാന്റെ കൃപ ആവശ്യപ്പെടുക തന്നെ വേണം. നാശമില്ലാത്ത അക്ഷരങ്ങളുടെ രൂപത്തിൽ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ അങ്ങയെ ഞാൻ വണങ്ങുന്നു.